മുറ്റത്ത് പൂടലൊക്കെ കഴിഞ്ഞ് ഞാൻ അടുക്കളയിൽ കയറുമ്പോൾ അവിടെയുള്ള അവസ്ഥ ഇതായിരുന്നു. രാവിലത്തേക്ക് ഇഡ്ഡലി ആയിരുന്നു. അപ്പൊ അതിന്റെ കൂട്ടത്തിലും കഴിക്കാലോ എന്ന് വിചാരിച്ചപ്പോൾ സാമ്പാർ നേരത്തെ റെഡിയാക്കി ഉണ്ടായിരുന്നു. പിന്നെ ഒരടുപ്പത്ത് കൂട്ടുകറിക്കും ഒരടുപ്പത്ത് അവിയലിനും മാത്രമല്ല കുക്കറിനകത്താണെന്നുണ്ടെങ്കിൽ പായസത്തിനുള്ള ഗോതമ്പും വേവാൻ വെച്ചിരുന്നു. ഇഞ്ചിപ്പുളി, അതായത് ചില സ്ഥലങ്ങളിലൊക്കെ പുളിയിഞ്ചി എന്നും പറയും തോന്നുന്നു അല്ലെ. ആ ഒരു സംഭവം നമ്മൾ ഇന്നലെ വൈകുന്നേരം തന്നെ റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ. മാത്രമല്ല സാമ്പാറിനും അവിയലിനും ഉപ്പേരിക്ക് വേണ്ട പയറും എല്ലാം അമ്മ ഇന്നലെ തന്നെ കട്ട് ചെയ്ത് റെഡിയാക്കി ഫ്രിഡ്ജിനകത്ത് കയറ്റിയിരുന്നേ. അതുകൊണ്ട് തന്നെ രാവിലത്തെ കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഒന്നുകൂടി ഈസി ആയാലോ. പിന്നെ നമ്മുടെ വീട്ടിലെ തേങ്ങ ചിരകണയിലെ എക്സ്പെർട്ട് അച്ഛയാണ്. ആ ഡ്യൂട്ടി രാവിലെ നേരത്തെ തന്നെ അച്ഛൻ കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഞാൻ ആകെ കൂടെ ഉണ്ടാക്കിയത് അമ്മ കട്ട് ചെയ്ത് വെച്ചിരുന്ന പയറെടുത്ത് ഉപ്പേരി ഉണ്ടാക്കൽ മാത്രമാണ്. പിന്നെ അവിയലിനും കൂട്ടുകറിക്കും വേണ്ട തേങ്ങ സംഭവങ്ങളെല്ലാം അമ്മ എടുത്ത് തന്നപ്പോൾ അത് അരച്ചു കൊടുത്തു. കൂട്ടുകാരുടെ കൂട്ടത്തിൽ നമ്മൾ ഈ തേങ്ങ വറുത്തിട്ടില്ലേ, ആ ഒരു സംഭവം റെഡിയാക്കി കൊടുത്തു. അങ്ങനെ ചെറിയ ചെറിയ പണികൾ മാത്രമാണ് കേട്ടോ ഞാൻ ചെയ്തത്. പിന്നെ നമ്മളിവിടെ ഓണസദ്യന്റെ കൂട്ടത്തിൽ നേന്ത്രപ്പഴം വേവിച്ചെടുത്ത് അതിന്റെ മുകളിലേക്ക് ശർക്കര പാനി കൊഴിച്ചെടുക്കുക, ആ ഒരു സംഭവം ഞാൻ തന്നെ റെഡിയാക്കി. നമ്മളിന്നിപ്പോ കുറച്ച് സേമിയ പായസവും കുറച്ച് കൂടുതൽ തന്നെ ഗോതമ്പ് പായസവും ഉണ്ടാക്കിയിരുന്നു കേട്ടോ, നമ്മുടെ അടുത്തുള്ള വീടുകളിലേക്ക് കൊടുക്കാനായിട്ട്. അതിനായിട്ടുള്ള പാത്രങ്ങൾ കഴുകി വെച്ചതാണ് കേട്ടോ ഇത്. ചോറ് പിന്നെ അമ്മ നേരത്തെ തന്നെ, അതായത് അരി തിളപ്പിച്ച് ഹോട്ട് ബോക്സിനകത്ത് വെച്ചിരുന്നു. അത് റെഡി ആയപ്പോ കമഴ്ത്തി വെച്ചേ. പിന്നെ ഇന്നിപ്പോ ഏറ്റവും അവസാനം വെച്ചത് ദാ ഈ രസമാണ്. പിന്നെ ദാ ഇനിയിപ്പോ കഴിക്കുന്ന സമയത്ത് പപ്പടവും കൂടെ വറുത്തെടുക്കും. സത്യത്തിൽ സദ്യയിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. വളരെ മിനിമൽ ആയിട്ട്, അതായത് അവിയല്, കൂട്ടുകറി, ഉപ്പേരി, അങ്ങനെ മിനിമൽ ആയിട്ടുള്ള ഐറ്റംസ് മാത്രമാണ് കേട്ടോ ഉണ്ടാക്കിയത്. കൂടുതൽ ഐറ്റംസ് ഉണ്ടാക്കിയാൽ ഒരാൾക്ക് ഇഷ്ടമുള്ളത് മറ്റൊരാൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴൊക്കെ സദ്യ ഉണ്ടാക്കിയാലും ഈ കാണുന്നതൊക്കെ ഉണ്ടാവാറുള്ളൂ കേട്ടോ. പിന്നെ ഐറ്റംസ് കുറച്ചാണെന്നുണ്ടെങ്കിലും കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ അടുത്തുള്ള വീട്ടിലൊക്കെ കൊടുക്കാനായിട്ട്. ഊണിന് സമയത്ത് പപ്പടം വറുത്ത് കൂടുതൽ ശർക്കര ഉപ്പേരി നമ്മൾ ഉണ്ടാക്കിയ ഐറ്റംസ് ഒക്കെ വാഴയിലയിൽ വിളമ്പി എല്ലാവരും കൂടെ ഒരുമിച്ച് ഞങ്ങൾ തിരുവോണ സദ്യ കഴിച്ചു.